മുല്ലപ്പെരിയാർ ഡാമിന് ബോംബ് ഭീഷണി. തമിഴ്നാടിന് ദോഷം വരുന്ന വിധത്തിൽ തീരുമാനമുണ്ടായാൽ മുല്ലപ്പെരിയാർ പൊട്ടും. തൃശൂർ സെഷൻ കോടതി മെയിലിലേക്കാണ് ഇമെയിൽ മുഖേന സന്ദേശം എത്തിയത്. ലെവിൻ കെ വിജയൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ലെവിൻ, കോടതിയുടെ നോട്ടീസ് അവിടെ നിൽക്കുകയാണ്. ഈ മുല്ലപ്പെരിയാർ വിഷയം കുറച്ചുകൂടി വൈകാരികമാണ് തമിഴ്നാട്ടിലുള്ളവർക്കും കേരളത്തിലാണെങ്കിൽ പോലും. ഇപ്പോഴിതാ ഒരു ബോംബ് ഭീഷണി വന്നിരിക്കുകയാണ്. എന്താണ് സന്ദേശത്തിലെ വിശദാംശങ്ങൾ? അഖില, ഇന്ന് രാവിലെയാണ് തൃശൂർ സെഷൻസ് കോടതിയിലേക്ക് ഇത്തരത്തിൽ മുല്ലപ്പെരിയാറിന്റെ പേരിൽ ഒരു ഭീഷണി സന്ദേശം എത്തുന്നത്. അതിന്റെ ഉള്ളടക്കം പൂർണ്ണമായി നമുക്ക് വ്യക്തമല്ല. പക്ഷേ ഉന്നതരായ ഉദ്യോഗസ്ഥരിൽ നിന്നും നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് മുല്ലപ്പെരിയാർ വിഷയത്തിൽ തമിഴ്നാടിന് ദോഷകരമായ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചാൽ അത് ബോംബ് ഭീഷണി എന്നുള്ള സൂചന നൽകിക്കൊണ്ട് മുല്ലപ്പെരിയാർ പൊട്ടും എന്ന് തന്നെയാണ് അത്തരത്തിലൊരു സന്ദേശത്തിൻ്റെതായിട്ടുള്ള ഉള്ളടക്കം വന്നത്. തൃശൂർ സെഷൻസ് കോടതിയിൽ വന്ന ഈ സന്ദേശം ഇന്ന് രാവിലെ കോടതി ഉദ്യോഗസ്ഥർ അത് പരിശോധിക്കുമ്പോഴാണ് ഇത് വ്യക്തമാകുന്നത്. ഇത് സംബന്ധിച്ച് ഇതിന് പിന്നാലെ തന്നെ ഈ മെയിലിന്റെ തമിഴ്നാട്ടിൽ നിന്നുള്ള ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ മെയിൽ വന്നിരിക്കുന്നത്. വ്യക്തമാവാത്ത ഒരു സംഘടനയുടെ പേരും ഇതിനൊപ്പം ചേർക്കപ്പെട്ടിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും പറയുന്നത് തമിഴ്നാടിനെ ദോഷകരമായ രീതിയിൽ കോടതി വിധികളോ അല്ലെങ്കിൽ തുടർ നടപടികളോ ബാധിച്ചാൽ മുല്ലപ്പെരിയാർ പൊട്ടുമെന്ന് തന്നെ പറയുന്ന ഈ മെയിലിൽ ഉടൻ തന്നെ കോടതി ഉദ്യോഗസ്ഥർ പോലീസിനെ അറിയിക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ ഇതിന്റെ ഈ മെയില് കോപ്പി ചെയ്തുകൊണ്ട് അതിന്റെ പ്രിന്റഡ് സഹിതം തൃശൂർ കളക്ടറേറ്റിലേക്കും കൈമാറിയിട്ടുണ്ട്. കളക്ടറേറ്റിന് നിന്നുള്ള തുടർ നടപടികളുടെ ഭാഗമായി ഇടുക്കിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് തന്നെ പ്രാഥമികമായി ഇടുക്കി കളക്ടറേറ്റിലേക്ക് ഈ വിഷയം കൈമാറാനും ഗവൺമെന്റിനെ അറിയിക്കാനും ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയെ ഇതിന്റെ വ്യക്തമായ വിവരങ്ങൾ സഹിതം ഏത് കമ്പ്യൂട്ടറിൽ നിന്നടക്കം ഇത് വന്നു എന്നതടക്കമുള്ള IP അഡ്രസ് അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തി തൃശൂർ നിന്നും കളക്ടറേറ്റിൽ നിന്നും ഇടുക്കി പോലീസിന് കൈമാറാനുള്ള തീരുമാനമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് ഇത്തരത്തിൽ ഒരു അറിവ് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ജില്ലയിലെ ഉന്നത ഉദ്യോഗസ്ഥർ അടക്കമുള്ള ആളുകളുമായി ബന്ധപ്പെട്ടപ്പോൾ ഇന്ന് രാവിലെ ഇത്തരത്തിൽ മെയിൽ ലഭിച്ചു. അതിന്റെ ഉള്ളടക്കം ഇതാണ്. ഒരുപക്ഷെ ഒരു ത്രട്ട് മെസ്സേജ് ആയിരിക്കും, ഒരു ഭീഷണി സന്ദേശം എന്നുള്ളതാണെങ്കിലും ഒരു വ്യാജ മെസ്സേജ് ആവാനുള്ളൊരു സാധ്യത കൂടി ഈ ഘട്ടത്തിൽ തള്ളിക്കളയാനാവില്ല. കഴിഞ്ഞ മാസങ്ങൾക്ക് മുൻപും സമാനമായ രീതിയിൽ തൃശൂർ കളക്ടറേറ്റിൽ അടക്കം ഇത്തരത്തിൽ വ്യാജ സന്ദേശങ്ങൾ വരികയും ചെയ്തിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ഇത്തരം ഗൗരവതരമായ ഒരു വിഷയമായതുകൊണ്ട് തന്നെ അതിന്റെ പൂർണ്ണമായിട്ടുള്ള മറ്റ് വശങ്ങൾ കൂടി പരിശോധിക്കാൻ പോലീസും ജില്ലാ ഭരണകൂടവും തീരുമാനിച്ചിട്ടുണ്ട്. സർക്കാരിൽ റിപ്പോർട്ട് ചെയ്യുന്നതിനൊപ്പം തന്നെ ഇടുക്കി കളക്ടറേറ്റിലേക്കും ഇടുക്കി ജില്ലാ പോലീസ് മേധാവിക്കും ഈ വിവരങ്ങൾ കൈമാറുമെന്നാണ് ഉന്നത ഉദ്യോഗസ്ഥർ നമ്മളെ അറിയിക്കുന്നത്. അഖില, ലെവിൻ കെ വിജയനാണ് വിവരങ്ങൾ നൽകിയത്.